കിഴക്ക് ആകാശത്ത് ഒരു അത്ഭുത നക്ഷത്രം ഉദിച്ചപ്പോൾ 4 ജ്ഞാനികൾ ആ നക്ഷത്രം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അവരിൽ 4-മനായ ജ്ഞാനി നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. ആ നക്ഷത്രം അറിയിച്ച വാഗ്ദാനത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ലോകത്തിന്റെ രക്ഷകനായ മിശിഹ ജനിച്ചതിന്റെ അടയാളമാണ് ആ നക്ഷത്രമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. രക്ഷകനെ കാണുവാൻ പുറപ്പെടുന്നതിനു മുമ്പ് അദ്ദേഹം ഒരു സമ്മാനം കാഴ്ചയായി നൽകുവാൻ കരുതിയിരുന്നു. അത് പൊന്നോ കുന്തിരിക്കമോ മീറയോ അല്ലായിരുന്നു, മറിച്ച് 3 അമൂല്യമായ രത്നങ്ങളായിരുന്നു. ലോകത്തെ ഏത് രാജാവിനേക്കാൾ മഹത്തായ രാജാവിനെ ആദരിക്കാൻ യോഗ്യമായ സമ്മാനം. യാത്രക്കിടയിൽ 4-മത്തെ ജ്ഞാനി പലതരം ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെയും കണ്ടുമുട്ടി. വിശന്നു വലയുന്ന ഒരു കുടുംബം, രോഗബാധിതനായ ഒരു കുട്ടി, പരിക്കേറ്റ ഒരു യാത്രക്കാരൻ. ഓരോ തവണയും കരുണയോടെ അവരെ സഹായിക്കാൻ അദ്ദേഹം തന്റെ രക്തങ്ങളിൽ 1 വീതം വിറ്റു. താൻ അന്വേഷിക്കുന്ന രാജാവ് സമ്പത്തിനേക്കാൾ കരുണയെ കൂടുതലായി ആഗ്രഹിക്കുന്നവനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി. ബെത്ലഹേമിലെത്തിയപ്പോൾ കുഞ്ഞും മാതാപിതാക്കളും ഇതിനകം തന്നെ ഈജിപ്തിലേക്ക് പോയിരുന്നു. രക്ഷകനെ കാണുവാനുള്ള തന്റെ യാത്ര അവസാനിപ്പിക്കാതെ 4-മത്തെ ജ്ഞാനി വർഷങ്ങളോളം രക്ഷകനെ തേടി അലഞ്ഞു. അദ്ദേഹം പിന്നിട്ട വഴികളിലെല്ലാം ദരിദ്രരെ സഹായിക്കുകയും അടിമകളെ മോചിപ്പിക്കുകയും തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പോഴും നക്ഷത്രത്തിന്റെ ഓർമ്മ അദ്ദേഹത്തെ നയിച്ചു. ഒടുവിൽ വർഷങ്ങൾക്കു ശേഷം പ്രായാധിക്യത്താൽ അവശനായ ജ്ഞാനി ഒരു പെസഹ കാലത്ത് ജെറുസലേമിലെത്തി. അവിടെ യേശുവിന്റെ കുരിശുമരണം അദ്ദേഹം കണ്ടു. തന്റെ സമ്മാനം രാജാവിന് സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന വേദനയാൽ അദ്ദേഹം നെടുവീർപ്പിട്ടു. തത്സമയം ഒരു അശരീരി കേട്ടു: എന്റെ ഏറ്റവും എളിയവനായ സഹോദരന്മാരിൽ ആർക്കെങ്കിലും ഇത് ചെയ്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തത്. കരുണയും സ്നേഹവും നിറഞ്ഞ ഓരോ പ്രവൃത്തിയിലൂടെയും താൻ കണ്ടുമുട്ടിയത് തന്റെ രാജാവിനെ തന്നെയായിരുന്നു. പ്രിയ കുട്ടികളെ, ക്രിസ്തുവിനെ കാണുവാൻ നിങ്ങൾ ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതില്ല. സഹോദരങ്ങളുടെ സങ്കടങ്ങളിലേക്ക് യാത്ര ചെയ്താൽ മതി. 4-മത്തെ ജ്ഞാനിയെപ്പോലെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ നാം ഏറെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ യാത്രയിൽ നമ്മൾ പോലും അറിയാതെ ക്രിസ്തു നമ്മളെ സന്ദർശിച്ചേക്കാം. നമുക്ക് മെറി ക്രിസ്മസിൽ നിന്ന് മേഴ്സി ക്രിസ്മസിലേക്ക് യാത്രയാകാം. സ്നേഹപൂർവം, ഫാദർ പോൾ മൊറേലി.